എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് 1 UK അപ്ഡേറ്റിലേക്ക് സ്വാഗതം. കാനഡ പുതിയതായി സ്ഥിരതാമസത്തിനുള്ള 4 സംവിധാനങ്ങളും നിയമങ്ങളുമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പ്രാദേശിക തൊഴിൽ വിപണിയിലെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് 2025 4 നൂതന PR രീതികൾ അവതരിപ്പിക്കാൻ കാനഡ ഒരുങ്ങുകയാണ്. 2025 ഇമിഗ്രേഷൻ ലെവൽ പ്ലാൻ പ്രകാരം സർക്കാർ PR ലക്ഷ്യം 4,85,000 നിന്ന് 4,65,000 ക്രമീകരിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ വിവരം പുറത്തു വന്നത്. IRCC പ്രഖ്യാപിച്ച പുതിയ പ്രോഗ്രാമുകൾ നിർദ്ദിഷ്ട പ്രവിശ്യകളിലെയും കമ്മ്യൂണിറ്റികളിലെയും തൊഴിൽ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ രീതികളെ കുറിച്ച് കാനഡയിലേക്ക് കുടിയേറാൻ പദ്ധതിയിടുന്ന വിദഗ്ധ തൊഴിലാളികൾക്ക് അവ എങ്ങനെ പ്രയോജനം ചെയ്യുമെന്നതിനെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ ആണ് ഇനി പറയാൻ പോകുന്നത്. 4 പുതിയ സ്ഥിരതാമസ വിസകളുടെ അവലോകനമാണ് പറയുന്നത്. മെച്ചപ്പെടുത്തിയ കെയർവിംഗർ പൈലറ്റ് പ്രോഗ്രാമുകളാണ് ഉള്ളത്. ഈ പ്രോഗ്രാം ഹോം ചൈൽഡ് കെയർ പ്രൊവൈഡർമാർക്കും ഹോം സപ്പോർട്ട് വർക്കർമാർക്കും നിലവിലുള്ള രീതികളെ മാറ്റി സ്ഥാപിക്കുന്നു. കെയർ ഗീവർമാർക്ക് കൂടുതൽ വേഗത്തിൽ PR നേടാനും ആകും. ഗ്രാമീണ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പൈലറ്റ് തൊഴിൽ ക്ഷാമം നേരിടുന്ന ചെറിയ കമ്മ്യൂണിറ്റികളിലേക്ക് വിദഗ്ധ പ്രൊഫഷണലുകളെ ആകർഷിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ്. ഫ്രാങ്കോഫോൺ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പൈലറ്റ് ക്യൂബെക്കിനെ പുറത്തുള്ള പ്രദേശങ്ങളിലേക്ക് ഫ്രഞ്ച് സംസാരിക്കുന്ന പ്രൊഫഷണലുകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തൊഴിലവസരമാണ്. മാനിറ്റോബയുടെ വെസ്റ്റ് സെൻട്രൽ ഇമിഗ്രേഷൻ ഇനിഷ്യേറ്റീവ് പൈലറ്റ് മാനിറ്റോബയുടെ വെസ്റ്റ് സെൻട്രൽ മേഖലയിലെ സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകാൻ തയ്യാറുള്ള വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകളെയും ഇത് ലക്ഷ്യമിടുന്നു. പ്രാദേശിക സമ്പാദ്യ വ്യവസ്ഥകളെ പിന്തുണയ്ക്കുന്നതിനും പ്രാതിനിധ്യം കുറഞ്ഞ മേഖലകളിലേക്ക് വിദേശ പ്രതിഭകളെ ആകർഷിക്കുന്നതിനുമുള്ള കാനഡയുടെ വിശാലമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ സംരംഭങ്ങൾ വരുന്നത്. അതിൽ ഒന്ന് എൻഹാൻസ്ഡ് കെയർ ഗീവർ പൈലറ്റ് പ്രോഗ്രാമുകളാണ്. 2024 ജൂണിൽ ആരംഭിച്ച് നിലവിലുള്ള ഹോം ചൈൽഡ് കെയർ പ്രൊവൈഡർ, ഹോം സപ്പോർട്ട് വർക്ക് പൈലറ്റുകൾ എന്നിവയ്ക്ക് പകരമായി കെയർ ഗീവർമാർക്കുള്ള PR ആക്സസ് ലളിതമാക്കാൻ എൻഹാൻസ്ഡ് കെയർ ഗീവർ പൈലറ്റ് പ്രോഗ്രാം ലക്ഷ്യമിടുന്നു. അസുഖത്തിൽ നിന്നോ പരിക്കിൽ നിന്നോ കരകയറാൻ വ്യക്തികളെ സഹായിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ഹോം കെയർ പ്രൊഫഷണലുകൾക്ക് വേഗത്തിലുള്ള മാറ്റം ഉറപ്പാക്കി അപേക്ഷകർക്ക് എത്തിച്ചേരുമ്പോൾ തന്നെ PR നൽകും എന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. അതിനുള്ള മാനദണ്ഡം എന്തെന്ന് വെച്ചാൽ ഇംഗ്ലീഷിലോ ഫ്രഞ്ചിലോ ഏറ്റവും കുറഞ്ഞ കനേഡിയൻ ലാംഗ്വേജ് ബെഞ്ച്മാർക്ക് സ്കോർ 4 ഉണ്ടായിരിക്കണം. കാനഡിയൻ മാനദണ്ഡങ്ങൾക്ക് തുല്യമായ ഹൈസ്കൂൾ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. കെയർ ഗീവിംഗ് ജോലി പരിചയം ഉണ്ടാവണം. കാനഡയിൽ മുഴുവൻ സമയ ജോലി ഓഫർ ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ്. രണ്ടാമതായി ഗ്രാമീണ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പൈലറ്റ് എന്നുള്ള സംവിധാനമാണ്. ഗ്രാമീണ വടക്കൻ ഇമിഗ്രേഷൻ പൈലറ്റ് വിജയത്തെ അടിസ്ഥാനമാക്കി ഈ പരിപാടി ഗ്രാമീണ സമൂഹങ്ങളിലെ തൊഴിൽക്ഷാമം പരിഹരിക്കുന്നു. ഈ മേഖലകളിൽ സ്ഥിരതാമസമാക്കാനും അവരുടെ വളർച്ചയ്ക്ക് സംഭാവന നൽകാനും വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിസ കാറ്റഗറിയാണ്. അതിനുള്ള മാനദണ്ഡം പ്രാദേശിക തൊഴിൽ വിപണി ആവശ്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന കഴിവുകൾ, ദീർഘകാലത്തേക്ക് ഗ്രാമീണ സമൂഹങ്ങളിൽ താമസിക്കാനും ജോലി ചെയ്യാനുമുള്ള പ്രതിബദ്ധത. ഇനി അടുത്തതായി മൂന്നാമത് മാനിറ്റോബയുടെ വെസ്റ്റ് സെൻട്രൽ ഇമിഗ്രേഷൻ ഇനിഷ്യേറ്റീവ് പൈലറ്റാണ്. 2024 മുതൽ ആരംഭിച്ച് 3 വർഷത്തെ പൈലറ്റ് മാനിറ്റോബയുടെ വെസ്റ്റ് സെൻട്രൽ മേഖലയിൽ തൊഴിൽ കുറവുകൾ പരിഹരിക്കുന്നതിനാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഇതിന് പ്രതിവർഷം 24,03,000 വിദഗ്ധ തൊഴിലാളികൾ ആവശ്യമാണ്. മികച്ച അപേക്ഷകർ എത്തിച്ചേരുമ്പോൾ PR പദവി നേടും എന്നാണ് അറിയിക്കുന്നത്. മേഖലയിൽ സ്ഥിരതാമസമാക്കാൻ തയ്യാറുള്ളവർക്ക് ദീർഘകാല സ്ഥിരതാമസ നൽകും എന്നാണ് പറയുന്നത്. ഫ്രാങ്കോഫോൺ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പൈലറ്റാണ് അടുത്തതായി വരുന്നത്. ഫ്രഞ്ച് സംസാരിക്കുന്ന പ്രൊഫഷണലുകളെ ആകർഷിക്കുന്നതിലൂടെ ക്യൂബെക്കിന് പുറത്തുള്ള ഫ്രാങ്കോഫോൺ കമ്മ്യൂണിറ്റികളെ ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ രീതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഭാഷാ വൈവിധ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കാനഡയുടെ പ്രതിബദ്ധത ഈ സംരംഭത്തിനും കേന്ദ്രബിന്ദുവാണ്. ഇതിനുള്ള മാനദണ്ഡം ഫ്രഞ്ച് ഭാഷയിൽ പ്രാവീണ്യം,
ഫ്രാങ്കോഫോൺ പ്രദേശങ്ങളിലെ സാമ്പത്തിക വളർച്ചയ്ക്ക് പ്രസക്തമായ കഴിവുകൾ, ക്വിബക്കിന് പുറത്ത് താമസിക്കാനുള്ള സന്നദ്ധത എന്നിവ ഉള്ളവർക്കാണ് ഇതിൽ കൂടുതൽ ചാൻസ് നൽകുന്നത്. ഇതിലെല്ലാം കഴിവുള്ള ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് സ്ഥിരതാമസമുള്ള വിസ നൽകുവാനാണ് കാനഡയുടെ പുതിയ നീക്കവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കഴിവുകൾ ഉള്ള തൊഴിൽ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ, പ്രൊഫഷണലുകൾ ഈ വാക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ അപ്ലൈ ചെയ്യുകയും നിങ്ങൾക്ക് സ്ഥിര താമസം, കാനഡയിൽ സ്ഥിരമായി ഒരു താമസിക്കാനുള്ള വിസ, PR നൽകിക്കൊണ്ടുള്ള വിസ നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. വളരെ ശ്രദ്ധിച്ചും വളരെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ നിയമ നടപടികളും ശ്രദ്ധിച്ചുകൊണ്ട് അവരുടെ മുന്നറിയിപ്പുകൾ വായിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.